വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇങ്ങനെ അകത്ത് വാതിലിൽ ഇങ്ങനെ പുറത്തു നിന്ന് അവരിങ്ങനെ ബാക്കിയുള്ളവരിങ്ങനെ തട്ടുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ അകത്ത് നന്നായിട്ട് ഒരാളെ അങ്ങോട്ട് പെരുമാറുന്നുണ്ട്. ശാലിനി നോക്കി നിൽക്കുകയാണ്. അന്നേരം ആ റിസപ്ഷനിലെ ആളുകളൊക്കെ ഓടി വരുന്നുണ്ട്. രണ്ടുപേരും ഓടി വരുന്നുണ്ട്. അന്നേരമാണെങ്കിൽ എന്താ ബഹളം ചോദിക്കുമ്പോൾ നമ്മളിൽ ഒരാൾ അകത്ത് പെട്ടുപോയി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വേണം ശരിക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നിങ്ങനെ അവർ പറയുന്നുണ്ട്. ഈ സമയത്ത് ശിവനാണെങ്കിൽ ആ ഒരാളെയും കൊണ്ട് ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ശാലിനി അകത്ത് നിൽക്കുന്നേ ഉള്ളൂ. ശാലിനിയോട് പറയുന്നുണ്ട് വാതിൽ അകത്തുനിന്ന് അടച്ച് കുറ്റിയിട്ടേരെ, എനിക്കിവിടെ ഒത്തിരി കൂടി ജോലിയുണ്ടെന്ന് പറയുമ്പോൾ ശാലിനി പെട്ടെന്ന് ഓടി വന്നങ്ങ് കഥ കുറ്റിയിടുകയാണ് അകത്തുനിന്ന്. എന്നിട്ട് ഇനി ആർക്കൊക്കെയാടാ പരിചയപ്പെടേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ കൊണ്ടുവന്ന ഒരുത്തനെ ഇവരുടെ മുകളിൽ കൂടെ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരൊന്ന് താഴേക്ക് വീഴുന്നുണ്ട്. എന്നിട്ട് എന്തായാലും ഇവിടെ വെച്ച് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വേറൊരാളെയും വിളിച്ചുകൊണ്ട് വേറെ ഒരുത്തനെ ആ വീണവൻ അവിടെ തന്നെ അടിച്ച് ശരിയാക്കി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. എന്നിട്ട് വേറെ ഒരാളെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നന്നായിട്ട് പെരുമാറുകയാണ്. എന്നിട്ട് ആ റിസപ്ഷനിലുള്ള ആ ഒരാളാണെങ്കിൽ ആ റൂം ബോയിയോട് എടുത്തുകൊണ്ട് പോടുമെന്ന് പറയുമ്പോൾ മറ്റേ ആളിനെ പിടിച്ചൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. തുടർന്ന് വെളിയിലൊരു ഉഗ്രം ഫൈറ്റ് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് ഫൈറ്റ്. അന്നേരം കുറച്ച് നേരം കഴിയുമ്പോൾ ശബ്ദമൊന്നും കേൾക്കാതിരിക്കുമ്പോൾ ശാലിനി കതക് തുറന്ന് ജനൽ കൂടി വന്ന് നോക്കി നിൽക്കുന്നുണ്ട് ശിവൻ്റെ ആ ഒരു ഫൈറ്റൊക്കെ. അന്നേരം ഒരു 4 പേരല്ലേ ഉണ്ടായിരുന്നത്. ആദ്യം 2 പേരാണെങ്കിൽ അടിയെ കൊണ്ട് ആകെ അവസാനം തറയിൽ കിടന്ന് എഴയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് 2 പേര് ബൈക്കിൽ അങ്ങ് ഒരു ബൈക്കിൽ 2 പേരങ്ങ് പോയി രക്ഷപ്പെടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും 2 പേര് വെൻഡിങ് ഉണ്ടല്ലോ, അതിൽ ഒരാളിനെ നന്നായിട്ട് പെരുമാറുമ്പോൾ എടുത്തുകൊണ്ട് പോടാന്നൊക്കെ പറയുമ്പോൾ ഒരാൾ ബൈക്കുമായിട്ട് പോകുന്നുണ്ട്. പിന്നീട് ഒരുത്തനാണുള്ളത്. അതിന് മുന്നേ ആണെങ്കിൽ ഇവർ എല്ലാവരും പോകുന്നതിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാകുമ്പോൾ ഒരാൾ പറയുന്നുണ്ട് അവനെ അങ്ങ് തീർത്തേരെ, അവൻ ഇവിടെ നിന്ന് ജീവനോടെ പോണ്ടാന്ന് പറയുമ്പോൾ ഒരാൾ കത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് ശിവനെ ഇങ്ങനെ കുത്താനായിട്ട് വരുമ്പോൾ ശിവനത് തടയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കത്തി തെറിച്ചങ്ങ് പോകുന്നുണ്ട്. ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്ന കാണുന്നുണ്ട്. അതിനുശേഷമാണ് 2 പേര് ഓടി രക്ഷപ്പെടുന്നതും പിന്നീട് മൂന്നാമത്തെ ഒരാൾ ബൈക്ക് കൊണ്ട് പോകുന്നതും. പിന്നെ 4ാമതൊരുത്തൻ മാത്രമാണ് ബാക്കിയുള്ളത്. അവനെയും കുറേ തല്ലുന്നുണ്ട്. അന്നേരം എന്തായാലും മറ്റവരൊക്കെ പോയി നിന്നെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാമെന്ന് പറഞ്ഞു അവൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കാല് ചവിട്ടി നിൽക്കുകയാണ്. അന്നേരം വേണ്ട ഏട്ടാ, എനിക്ക് എൻ്റെ ജീവൻ മാത്രം മതി എന്ന് പറയുമ്പോൾ എങ്കിൽ പോടാന്ന് പറയുകയാണ്. അന്നേരം അവനങ്ങ് നടന്നങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം മുട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് പരിചയപ്പെടാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ശിവനാകെ ദേഷ്യത്തിലാണ്. എന്നിട്ട് മുടി ഇങ്ങനെ താഴേക്കിട്ട് മുകളിലോട്ടാക്കുന്നതും ആ മാല എടുത്ത് ഇങ്ങനെ കറക്കുന്നതും ഒക്കെ ഇങ്ങനെ ശാലിനി അകത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ആ റൂം ബോയും ആ ആളും ഇങ്ങനെ അവിടെ നോക്കുകയാണ്. ശിവനിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ശാലിനിയെ കാണുന്നുണ്ട്. എന്നിട്ട് ശാലിനി അങ്ങ് അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ശിവൻ പറഞ്ഞത് ആലോചിക്കുന്നുണ്ട്. ഇവിടെ അത്ര സേഫ് അല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് 2 റൂം വേണ്ട, 1 റൂം മതി എന്ന് പറഞ്ഞു. അന്നേരം അത് ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ശാലിനി റൂമിനകത്തേക്ക് പോയി അങ്ങ് കഥ കുറ്റിയിട്ട് കട്ടിലിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ശിവനാണെങ്കിൽ വെളിയിൽ ആ മരത്തിൻ്റെ മുട്ടിൽ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം രാത്രി വീണ്ടും ശിവൻ അവിടെ ഇരിക്കുന്ന കാണിക്കുന്നുണ്ട്. അന്നേരം ഇവർ 4 പേരും വീണ്ടും വന്ന് ശിവന് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം നിനക്കൊന്നും കിട്ടിയത് പോരെ അല്ലേ എന്ന് ചോദിക്കുക. അന്നേരം അതെ, കിട്ടിയത് നമ്മൾ എന്തായാലും തിരിച്ചു കൊടുത്തേ അടങ്ങുമെന്ന് പറഞ്ഞ് അവർ വീണ്ടും ഇങ്ങനെ ശിവനെ അടിക്കാനായിട്ട് തുനിയുന്നതാണ്. ശിവൻ വീണ്ടും അവരെയൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ അന്നേരം പിന്നിൽ നിന്നും ഒരാളിങ്ങനെ ശിവനെ കുത്തുകയാണ് ചെയ്യുന്നത്. അന്നേരം അയാളെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്തുന്നോടാന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ അയാൾ വീണ്ടും ചേർത്ത് കുറേ കുത്തി ഇങ്ങനെ കുത്തുന്നുണ്ട്. അന്നേരം ശിവൻ ഇങ്ങനെ താഴേക്ക് വീഴുന്ന ഇങ്ങനെ ബോധം മറ്റു കിടക്കുന്നു. പക്ഷേ അത് ശാരദാമ്മ കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ്. ശാരദാമ്മ ഇങ്ങനെ ശിവ എന്നും പറഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് ഞെട്ടി ഉണരുകയാണ്. അത് സ്വപ്നമായിരുന്നു, സംഭവിക്കുന്നതല്ല. അന്നേരം ഈ ബഹളം കേട്ടുകൊണ്ട് ശാരികയും ശ്യാമയും കൂടി ഓടി വരുന്നുണ്ട്. എന്താ അമ്മയെന്ന് പറഞ്ഞു വരികയാണ്. അന്നേരം ശാരദാമ്മ പെട്ടെന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് ഒന്നുമില്ല, ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഒന്നുമില്ലെന്നോ ഇത്രയും ഉച്ചത്തിൽ നിലവിളിച്ചിട്ട് ചോദിച്ചിട്ട് അമ്മ ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരിക അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ പിടിച്ചു നിർത്തിയിട്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്. അന്നേരം ഇന്ന് രാവിലെ ഇവിടെ വന്ന സ്ത്രീ ആരാണ്, അവരും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്നെ കാണാനായിട്ട് പലരും വരും, പല കാര്യങ്ങളും കാണും, അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് പോയേ, 2 പേരും കൂടി ശല്യം ചെയ്താൽ പോയില്ലെങ്കിൽ ഞാൻ വേറെ വല്ലതും വിളിച്ചു പറയും, പോകുമെന്നും പറഞ്ഞ് ശാരദാമ്മ ആകെ ദേഷ്യത്തിലാണ്. അന്നേരം അവർക്ക് പിന്നീടൊന്നും പറയാൻ കഴിയുന്നില്ല, അവരങ്ങ് പോകുന്നുണ്ട്. ശാരദാമ്മ വിഷമിച്ചിരിക്കുകയാണ്. അതേസമയം അവിടെ ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് കട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ശിവനാണെങ്കിൽ ആ പുറത്ത് തന്നെ ആ പടിയിലും മരത്തിൻ്റെ മുട്ടിലും ഒക്കെ ആയിട്ട് മാറിയിരുന്ന് നേരം വെളുപ്പിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് രാവിലെ ആണെങ്കിൽ ശാലിനി ഉറക്കമുണരുന്നുണ്ട്. എന്നിട്ട് സമയമൊക്കെ നോക്കിയിട്ട് വാതിൽ തുറക്കുമ്പോൾ ശിവനാണെങ്കിൽ അവിടെ സോഫയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശാലിനിയുടെ സുരക്ഷയെ കരുതിയാണ് ഞാനിവിടെ റൂം എടുത്തത്, ശാലിനിക്ക് എനിക്കല്ലാതെ വേറെ ഒരു ഉദ്ദേശമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത് ശിവൻ നേരത്തെ പറഞ്ഞത് ശാലിനി ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ശിവൻ്റെ അടുത്തേക്ക് ഒന്ന് ശിവ എന്ന് 2-3 വട്ടം വിളിക്കുമ്പോൾ ഉണർന്നോ, കുറേ നാളുകൾക്ക് ശേഷം നല്ല ഒരു അടി ഉണ്ടാക്കിയതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുക. അന്നേരം നമുക്ക് വൈകിപ്പിക്കേണ്ട, പോകണം എന്ന് പറയുമ്പോൾ അതെന്താ ശാലിനി റെഡിയായി
ആയിക്കോളൂ, ഞാൻ ദേ റെഡിയാണെന്ന് പറഞ്ഞ് ശിവൻ അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. അന്നേരം അവിടുത്തെ റൂം ബോയ് ആണെങ്കിൽ കട്ടൻ കാപ്പിയായിട്ട് വരുന്നുണ്ട്. അന്നേരം അവർ രണ്ടുപേർക്കും കൊടുക്കുകയാണ്. അന്നേരം അത് കുടിച്ചിട്ട് ശിവൻ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ സ്പെഷ്യലാണോ എന്ന്. അന്നേരം സ്പെഷ്യലൊന്നും അല്ല, പക്ഷേ സാറിനെ പോലെയുള്ളവർക്ക് തരും. എന്തുമായിരുന്നു ഇന്നലത്തെ പെർഫോമൻസ്, സാർ ഒരു പുലി തന്നെയാണ് കേട്ടോ, സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നാട്ടിലെ പിന്നെ ഉള്ളവർക്കൊക്കെ ഇതൊരു ഫ്ലാസ്കിൽ കൊണ്ടു നടക്കേണ്ടി വരും, അമ്മാതിരി പെർഫോമൻസ് ഞാൻ നാട്ടിലുണ്ടാക്കാറുണ്ടെന്ന് പറയുമ്പോൾ ശാലിനി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ശിവനത് മനസ്സിലാവുന്നുണ്ട് ശാലിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. എന്നിട്ടാണെങ്കിൽ വീണ്ടും ഈ റൂം ബോയ്ക്ക് അങ്ങോട്ട് പറയുന്നുണ്ട്, അത് പറഞ്ഞിട്ടും തിരുന്നില്ല, നല്ല അടിയായിരുന്നു, സാറ് പുലി തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. സാറ് സൂപ്പറാണ് കേട്ടോ എന്ന് ഇങ്ങനെ ശാലിനിയോടും പറയുന്നുണ്ട്. ശിവനെ കട്ടൻ കാപ്പിയായിട്ട് ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ശാലിനിയും പിന്നാലെ വരുന്നുണ്ട്. എന്നിട്ട് അവന്മാർ ഇവിടെയൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അത്രയ്ക്ക് അടിയല്ലേ വാങ്ങിച്ചു കൂട്ടിയത്, പിന്നെ അവർ കുഴപ്പക്കാരാണ്, സാറൊന്ന് സൂക്ഷിക്കണം, അതിൽ കുറച്ച് 2 പേര് ഇവിടുത്തെ നാട്ടുകാരാണെന്നുള്ള അഹങ്കാരം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരടി ഇങ്ങോട്ട് കിട്ടിയാൽ 2 എണ്ണം തിരിച്ചു കൊടുക്കും, അത്രയ്ക്കുള്ള ചങ്കുറപ്പ് എനിക്കുണ്ട് എന്നൊക്കെ ശിവനിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് വൈകിപ്പിക്കേണ്ട, നമുക്ക് പോകണമെന്ന് പറയുമ്പോൾ എന്താ ശാലിനി റെഡി ആയിക്കോളൂ എന്ന് പറയുമ്പോൾ ശാലിനി അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം അവിടെ വെച്ചാണെങ്കിൽ റൂം ബോയോട് പറയുന്നുണ്ട് നമുക്ക് രാവിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, റെഡി ആവട്ടെ എന്ന് പറഞ്ഞ് ശിവനും അകത്തേക്ക് കയറുകയാണ്. അന്നേരം ഇയാളിങ്ങനെ പറയുകയാണ് എന്നാലും എന്ത് റെഡിയായിരുന്നു, സൂപ്പറായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം റൂമിലേക്ക് പോകുന്ന ശാലിനിയാണെങ്കിൽ ആ ബാഗ് ഉണ്ടല്ലോ, ചിതാഭസ്മം അടങ്ങിയിരിക്കുന്ന ആ ബാഗ് എടുത്തിട്ട് ഇങ്ങനെ അത് ചേർത്ത് പിടിച്ച് കുറേ നേരം വിഷമിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാൽ രാവിലെ ആണെങ്കിൽ സത്യഭാമയുടെ വീട്ടിൽ അവിടെ ഉമ്മറത്തിരുന്ന് രാഘവനൊക്കെ കുഴമ്പൊക്കെ ഇങ്ങനെ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട് പിള്ളയാണെങ്കിൽ. അന്നേരം കാക്ക കുറേ നേരമായിട്ട് വിളിക്കുന്ന കേട്ടിട്ട് രാഘവൻ പറയുന്നുണ്ട് വിരുന്ന് വിളിക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും പ്രതീക്ഷിക്കാത്ത ഇനിയിപ്പോൾ ആരാണോ വരുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് വിശന്നിട്ടായിരിക്കും വിളിക്കുന്നത്, കാലം കുറേ മുന്നോട്ട് പോയില്ലേ, നമ്മൾ അതിനനുസരിച്ച് മാറണം, ഈ പഴയ ചിന്താഗതിയൊക്കെ മാറ്റണമെന്ന് പറയുകയാണ്. എന്തെങ്കിൽ ഈ ന്യൂ ജനറേഷനുമായിട്ട് നമുക്ക് പിടിച്ചു പോകാനൊക്കെ പറ്റുകയുള്ളൂ എന്നിങ്ങനെ പിള്ള പറയുമ്പോൾ താൻ വേണമെങ്കിൽ മാറിക്കോ, ഞാൻ എന്തായാലും മാറാൻ ഉദ്ദേശിക്കുന്നില്ല, പഴയൊരു പഴഞ്ചൊല്ലുണ്ട്, വേണമെങ്കിൽ തനിക്ക് പറഞ്ഞു തരാം, ഫ്രീ ആയിട്ട് പഠിച്ചു, പാമ്പും പഴയതാണ് നല്ലത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് അവിടേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്, അതിൽ നിന്ന് ഒരാളിങ്ങനെ ഇറങ്ങി വരികയാണ്. അന്നേരം അത് കണ്ടിട്ട് പിന്നെ പക്ഷേ രാഘവൻ നായർ കണ്ണാടിയൊക്കെ നേരെ വെച്ച് നോക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലാവുന്നില്ല. അന്നേരം എന്താടോ നായരെ, തനിക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാൻ കൈമളാടോ എന്നിങ്ങനെ പറയുമ്പോൾ താനാകെ മാറിപ്പോയല്ലോ എന്നും പറഞ്ഞ് രാഘവൻ നായർ അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. പിള്ള പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അന്നേരം ബാംഗ്ലൂരല്ലേ താമസം, മകൻ്റെയും മരുമകളുടെ കൂടി, താനും കൂടി പോരാ, തന്നെ ഇതിലേക്കാളും മാറ്റിത്തരാമെന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അന്നേരത്തേക്ക് അവിടത്തേക്ക് ഫാമ വരുന്നുണ്ട്. അന്നേരം ഫാമയ്ക്ക് മനസ്സിലായില്ലേ ഇയാളെ, നമ്മുടെ കല്യാണത്തിൻ്റെ മുഴുവൻ ചുമതലയും ഇവനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അന്നേരം കൈമളല്ലേ, എനിക്ക് മനസ്സിലായി എന്ന് ഫാമ പറയുന്നുണ്ട്. അന്നേരം കൂട്ടുകാരൻ വന്നിട്ട് അകത്ത് വെളിയിൽ നിർത്തിയാണ് സംസാരിക്കുന്നത്, അകത്തേക്ക് ചായ എടുക്കാമെന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് ചായയും കാപ്പിയൊന്നും വേണ്ട, നിർബന്ധമാണ് ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി എന്ന് കൈമൾ പറയുന്നുണ്ട്. അന്നേരം വന്നാട്ടെ എന്നും പറഞ്ഞ് കൈമളിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ശേഷം അവർ സംസാരിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോൾ 5 വർഷത്തിന് ശേഷം ഞാൻ വന്നതല്ലേ, അപ്പോൾ പഴയ തല്ലിപ്പൊളി കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി എന്ന് പറയുമ്പോൾ തമാശയ്ക്കൊന്നൊരു കുറവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ തൊഴിലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രാഘവൻ നായർ. അന്നേരം ഇപ്പോൾ വാസ്തു നോട്ടമൊക്കെ ഉണ്ട്, കുറച്ച് ആസ്ട്രോളജി ഉണ്ട്, വേണ്ടപ്പെട്ടവരെക്കുറിച്ച് കുറച്ചൊക്കെ ചിലതൊക്കെ ഇങ്ങോട്ട് പറയും, അപ്പോൾ ചിലതൊക്കെ ശരിയാകുമ്പോൾ അവരാണ് എന്നെ ഇങ്ങനെ വളർത്തുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് കൊള്ളാമല്ലോ എന്നൊക്കെ ഫാമ പറഞ്ഞ് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ഈ വീടിനെയും നമ്മളെയൊക്കെ നോക്കി എന്തെങ്കിലും പറയാമോ എന്നിങ്ങനെ ഫാമ ചോദിക്കുകയാണ്. അന്നേരം ഇത്രയും സന്തോഷത്തോടെ ഒത്തൊരുമയും കഴിയുന്ന നിങ്ങളെക്കുറിച്ച് ഞാനെന്ത് പറയാനാന്നിങ്ങനെ പറഞ്ഞിട്ട് എന്നാലും ഞാനൊരു സ്ഥാനചലനം കാണുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ നോക്കുന്നുണ്ട്. അല്ല മക്കൾ എത്ര പേരെന്ന് ചോദിക്കുമ്പോൾ 2 പേരെന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മകൻ എന്നിങ്ങനെ വിഷ്ണു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അവൻ ഞങ്ങളിൽ നിന്ന് എന്നിങ്ങനെ ഫാമ പറയുമ്പോൾ പെട്ടെന്ന് രാഘവൻ നായർ പറയുന്നുണ്ട് അവനിവിടെ പലിശപ്പണം പിരിച്ചും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുകയാണ്. എന്നാലും ഒരു വേർപാട് ഞാൻ കാണുന്നു, സന്താന ദുഃഖം, പിന്നെ സ്ഥാനചലനം, മാറാരോഗം, അങ്ങനെ കുറേയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണുന്നു, ഇതിപ്പോൾ ഇത് ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുകയാണ്. അന്നേരം അത് ചിലപ്പോൾ ജോലി ആവശ്യത്തിന് മാറി നിന്നാലും മതിയാകും, എന്നാലും ചെറിയൊരു വേർപാട് ഞാൻ കാണുന്നു എന്നിങ്ങനെ ഇയാൾ പറയുകയാണ്. അന്നേരം പിന്നെ രാഘവൻ നായർ അതിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് ഭാര്യയും മക്കളുമായിട്ടൊക്കെ സന്തോഷത്തോടെ അല്ലേ ഒരുമിച്ചല്ലേ കഴിയുന്നത് ചോദിക്കുമ്പോൾ ഫാമ വിട്ടെന്ന് പറയാൻ വരുമ്പോൾ രാഘവൻ നായർ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, അവന് എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ്, അവൻ്റെ ഭാര്യയെ ശാലിനി ഇവിടുത്തെ ജില്ലാ കളക്ടറാണ്, കുഴപ്പമൊന്നുമില്ല, മക്കൾ 2 കുട്ടികളുണ്ട്, പിന്നെ ഇടയ്ക്ക് വഴക്കും ബഹളമൊക്കെ ഉണ്ടാവും, അതൊന്നും അത്ര കാര്യമാക്കാനില്ല, എല്ലായിടത്തും ഉള്ളത് തന്നെയാണെന്ന് പറയുമ്പോൾ അയാൾ വീണ്ടും പറയുമ്പോൾ എന്തുവാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അന്ന് വിഷ്ണുവിൻ്റെ കല്യാണം അഗ്നിസാക്ഷിയാക്കിയിട്ടാണോ നടന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആ ഒരു വിവാഹം അങ്ങനെയൊന്നും അല്ലല്ലോ നടന്നത്, വെറുതെ ശാലിനി അങ്ങോട്ട് താലി എടുത്ത് കൊടുത്തപ്പോൾ കെട്ടിയതല്ലേ, ആ ഒരു മാലയൊന്നും ഇടാനായിട്ട് ആ സുസ്മിതയുടെ വിവാഹം മുടങ്ങിയ സമയത്ത് കൊണ്ടുവന്നല്ല, ആ ഒരു സീനൊക്കെ ഇങ്ങനെ ഫാമ ആലോചിക്കുന്നുണ്ട്.
നിൽക്കുന്നുണ്ട്. മാല അവിടെ തന്നെ ഇരുന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അന്നത്തെ വിവാഹത്തിന് ഒരു ബലക്കുറവെന്ന പോലെ, അതുകൊണ്ട് രണ്ടുപേരെയും ഒരു മാലയിടിയിൽ നടത്തുന്നത് നല്ലതായിരിക്കും. എൻ്റെ ഒരു ഉദ്ദേശം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വിളക്കിന് മുന്നിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാലയിടുക, കുറേയൊക്കെ മാറും എന്നിങ്ങനെ പറയുമ്പോൾ, അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ഭാമയോട് രാഘവൻ നായർ പറയുകയാണ്, അതേ ഭാമേ, വിഷ്ണുവിൻ്റെ വിവാഹ വർഷമല്ലേ വരുന്നത് രണ്ടുപേരുടെ, അപ്പോൾ അന്ന് നമുക്ക് അവരെ കൊണ്ട് മാല ഇടിയിക്കാം എന്ന് പറയുമ്പോൾ ഭാമ ഇങ്ങനെ ആകെ അത് എന്നും പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഈ ഭാമ പറയാൻ വരുന്നതൊക്കെ ഇയാളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഭാമയെ പറയാനായിട്ട് രാഘവൻ നായർ സമ്മതിക്കുന്നുമില്ല. ഇത്രയും സീനാണ് കാണിക്കുന്നത് ഈ ഒരു എപ്പിസോഡിൽ. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ഇനി ആ വഴി പോകുമ്പോൾ വീണ്ടും ബഹളമൊക്കെ ഉണ്ടാകുന്നതും. പക്ഷേ രാഘവൻ നായർ ഇത് നടത്തും എന്നുള്ള രീതിക്കൊക്കെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഒക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.